ജപ്പാനിലെ പ്രസിദ്ധനായ ധ്യാനഗുരുവായിരുന്നു ബെങ്കി. ഒരുപാട് ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ധ്യാനം പഠിക്കാനെത്തി. ഒരു ദിവസം ഗുരുവും ശിഷ്യന്മാരും എല്ലാം കൂടെ ഇരുന്നപ്പോൾ എല്ലാവർക്കും ശിഷ്യൻ ഒരു സൂപ്പ് വിളമ്പി. ഗുരുവിന് പ്രത്യേക പാത്രത്തിൽ പ്രത്യേക സൂപ്പ് വിളമ്പി. ബെങ്കി നോക്കിയപ്പോഴേ ബെങ്കിക്ക് മനസ്സിലായി ഇതൊരു പ്രത്യേക സൂപ്പാണെന്ന്. ശിഷ്യന്മാരും കുറച്ചുപേരിടയ്ക്ക് അങ്ങോട്ട് നോക്കി. ബെങ്കി ഉടനെ ചോദിച്ചു, ആരാണ് ഇന്ന് പാചകം ചെയ്തത് എന്ന്. പെട്ടെന്നൊരു ശിഷ്യൻ ഓടി വന്നു, ഗുരു ഞാനാണ് എന്ന് പറഞ്ഞു. ബെങ്കി പറഞ്ഞു, എനിക്ക് ഇന്ന് ഭക്ഷണം വേണ്ട, ഞാനിതല്ല നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞ് ബെങ്കി അകത്തേക്ക് കയറിപ്പോയി. 7 ദിവസങ്ങളോളം അദ്ദേഹം ഭക്ഷണം കഴിച്ചില്ല. അവസാനം പഴയ ശിഷ്യൻ ഓടിച്ചെന്ന് ആ വാതിക്കൽ നിന്ന് മുട്ടിയിട്ട് പറഞ്ഞു, ഗുരു അങ്ങ് വൃദ്ധനാണെങ്കിലും അദ്ദേഹത്തിന് പട്ടിണി കിടക്കാൻ താങ്കൾക്ക് നല്ല വശമുണ്ട് എന്ന്. അതുകൊണ്ട് എന്നെ ആ ഗണത്തിൽ പെടുത്തരുത്. ഞാൻ ചെറുപ്പമാണ്, എൻ്റെ കൂടുള്ളവരും ചെറുപ്പമാണ്. അങ്ങ് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ഞങ്ങളും പട്ടിണിയിലാണ്. ദയവായി ഞങ്ങളെ ഓർത്ത് ഇറങ്ങി വന്ന് ഭക്ഷണം കഴിക്കണേ, ഇനി ഞാനതൊരിക്കലും ചെയ്യില്ല എന്ന്. ബെങ്കി പുഞ്ചിരിയോടെ ഇറങ്ങി വന്നു, ഭക്ഷണം കഴിച്ചു. ശിഷ്യനോട് പറഞ്ഞു, നീ ഒരു ഗുരു ആകുമ്പോഴും നീ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. നമ്മളിൽ ഒരുവനാണ് അവൻ വളർന്നു വന്നാണ് നമ്മളിൽ ഒരുവനായി തീരേണ്ടത്. അതുകൊണ്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ട്രീറ്റ് ചെയ്യാനായിട്ട് നീ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് ഗുരു ഭക്ഷണം കഴിച്ചു എന്നാണ് കഥ. ഇത് വളർന്നു വരുന്ന ഗുരുക്കന്മാരായിരിക്കുന്നവർക്കും ബെങ്കിയുടെ പാഠം നല്ലതല്ലേ? Have a nice day.